ചുരത്തിലെ കാനനപാതയെ ഭക്തിസാന്ദ്രമാക്കി കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ അണിനിരന്നു. യേശുവിന്റെ പീഡനാനുഭവത്തെ അനുസ്മരിച്ച് ദുഃഖവെള്ളിയാഴ്ച നടന്ന യാത്രയിൽ വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും കണ്ണികളായി. ചുരത്തിലെ കാനനപാതയെ ഭക്തിസാന്ദ്രമാക്കി നടന്ന കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ അണിനിരന്നു. യേശുവിന്റെ പീഡനാനുഭവത്തെ അനുസ്മരിച്ച് ദുഃഖവെള്ളിയാഴ്ച അടിവാരം ഗത്സമേൻ ഗ്രോട്ടോയിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും കണ്ണികളായി. വലിയ മരക്കുരിശ് ചുമലിലേറ്റി യേശുവിനൊപ്പം കന്യാമറിയം, ഷിമയോൻ, വെറോനിക്ക തുടങ്ങിയവരുടെ വേഷധാരികളും യാത്രയുടെ മുൻനിരയിൽ അണിചേർന്നു. വിശ്വാസികൾ മരക്കുരിശും കൊന്തയും കയ്യിലേന്തി പ്രാർത്ഥനാപൂർവം 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു. ഗാഗുൽത്ത മലയിലേക്കുള്ള യാത്രയിലെ 14 സ്ഥലങ്ങളെ അടയാളപ്പെടുത്തി കുരിശ് സ്ഥാപിച്ച് മെഴുകുതിരി തെളിച്ചു. രാവിലെ മുതൽ ചെറുതും വലുതുമായ സംഘങ്ങൾ അടിവാരം ഗത്സമേൻ ഗ്രോട്ടോയിൽ പ്രാർത്ഥന നടത്തി ചുരത്തിലെ മലമടക്കുകൾ താണ്ടി തുടങ്ങിയിരുന്നു. കുരിശിന്റെ വഴിയുടെ മുന്നോടിയായി രാവിലെ 7-ന് അടിവാരം ഗത്സമേൻ ഗ്രോട്ടോയിൽ ഫാദർ ജോയ് ചെറുവത്തൂർ പീഡനാനുഭവ സന്ദേശം നൽകി. ഫാദർ ജോസി താമരശ്ശേരി ദുഃഖവെള്ളി സന്ദേശം നൽകി. അടിവാരത്ത് നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി ചുരം താണ്ടി 1:30-ന് ലക്കിടി മൗണ്ട് സീനായ് ദേവാലയത്തിൽ സമാപിച്ചു. ഡയറക്ടർ ഫാദർ തോമസ് തുണ്ടത്തിൽ, ഫാദർ ഷിൻഡോ അരയാനിക്കൽ, ഫാദർ അൻവിൻ മണ്ണൂർ, ഫാദർ ടിജോ, ജോസ് അഗസ്റ്റിൻ കീപ്പുറത്ത്, ജോവിത് താഴത്ത് പറമ്പിൽ, സിസ്റ്റർ ജീന, ടിൻഡു ജേക്കബ് എന്നിവർ പീഡനാനുഭവ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ലക്കിടി മൗണ്ട് സീനായിൽ സമാപന പ്രാർത്ഥനയും തിരുശേഷിപ്പ് ആശീർവാദവും നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോട്